ഇന്നത്തെ ദിവസേ ഫുള്ള് കറക്കായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല കേട്ടോ. രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ പോയത് മഞ്ചേരിക്കാണ്. മഞ്ചേരി കസവ് കേന്ദ്രയ്ക്ക് കസിൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്. 7-ാം തീയതി എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് അമ്മായി ക്ഷണിച്ചപ്പോൾ തന്നെ നേരെ പോയിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാനും പൂമോളും ഇക്കൊക്കെ കൂടിയിട്ട് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഫാമിലിയിൽ പോകണോ കസവിൽ പോകണോ എവിടെ പോകണോ എന്നൊക്കെ സംശയമായിരുന്നു. ഫൈനലി ഞങ്ങൾ കസവിക്കാണ് പോയത്. വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് അപ്പൂസിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ അവനെ ഉഷാറാക്കിയിട്ട് ഞങ്ങൾ നേരെ മുകൾക്ക് നടന്നു കയറി. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബെഡ്ഷീറ്റ് മാറ്റൊക്കെ ഉണ്ട്. അതിലൊന്നും നോക്കാതെ നേരെ ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് പോയേക്കായിരുന്നു. എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഹെവി വേണ്ട, എന്നാൽ പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ്, അതായിരുന്നു എൻ്റെ പ്ലാന്. പൂമോക്ക് അത്യാവശ്യം ഹെവി വേണം തന്നെയായിരുന്നു. ഈ ഒരു ഡ്രസ്സ് കണ്ടോ, ഇത് ടോപ്പിലൊന്നും ഒന്നുമില്ല, ഷാളിൽ മാത്രമായിരുന്നു വർക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നു. പക്ഷേ അത് എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ബ്ലാക്ക്, ഇത് സിമ്പിൾ ഒരു ഡ്രസ്സായിരുന്നു. ഇതെന്തായാലും ഒന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പൂസിനെ കൊണ്ടാകുമ്പോൾ എനിക്ക് സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത് നല്ല ബുദ്ധിമുട്ടാണ്. ഓണം ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഓണം കളക്ഷനാണ്. അത് കരുതി മറ്റതൊന്നും ഇല്ല എന്നല്ല, അധികം ഡിസ്പ്ലേയിലൊക്കെ കിടക്കുന്നത് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഒന്നാ ബ്ലാക്ക് എടുത്തു, പിന്നെ വേറൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ലൈറ്റ് പിങ്ക് കളറിലുള്ള ഡ്രസ്സ് എടുത്തു. പിന്നെ പൂമോൾക്കൊരു റോസ് കളറിലുള്ള ഡ്രസ്സ് എടുത്തു. ഉമ്മാക്ക് ഞാൻ എൻ്റെ വക 2 ചുരിദാർ. ഞാൻ അതൊക്കെ എടുത്ത് നേരെ ബില്ലാക്കിയിട്ട് വീട്ടിലേക്ക് പോന്നു. എനിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു പനിയും ജലദോഷമൊക്കെ വരുന്ന പോലെ തോന്നിട്ടോ. നേരെ വീട്ടിലേക്ക് പോന്നു. ഫുഡ് കഴിക്കാനോ ഇതിനൊന്നും നിന്നില്ല. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, വിശപ്പാണെങ്കിൽ അതിലാറുണ്ടായിരുന്നു. പക്ഷേ അപ്പൂസിനെയും കൊണ്ട് നടക്കൂല എന്നുള്ളൊരു തോന്നൽ. അപ്പോഴാണ് ഫവ വിളിച്ചിട്ട് വീട്ടിൽ ബിരിയാണി കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ. ഇക്കാക്ക് മീൻ പൊരിച്ചതും മീൻ കറിയും പയറുപ്പേരിയും പിന്നെന്തോ മത്തൻ കറിയൊക്കെ മതിയായിരുന്നു. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ജിലേബിയൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഉമ്മാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് വന്ന ചുരിദാറൊക്കെ ഒന്ന് ഇടാൻ പറഞ്ഞു. ഉമ്മ ഇപ്പോൾ ചുരിദാർക്ക് ഇങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ. പർദ്ദയായിരുന്നു ഇട്ടിരുന്നത്. പണ്ടൊക്കെ സാരി എടുത്തിന്, പിന്നെ പർദ്ദയായിരുന്നു. ഇപ്പോൾ ഇതാ ഇന്നെടുത്ത 2 ചുരിദാറാണ് കേട്ടോ. അത് ഉമ്മാക്ക് നല്ല കംഫർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം അപ്പൂസിന് പൊങ്കലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ലഞ്ച് പൊങ്കലാണ് കൊടുത്തത്. ഇത് പൂമോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവള് തന്നതായിരുന്നു. പൊങ്കലൊക്കെ കഴിച്ചേ അപ്പൂസ് ഒന്ന് ചാർജ് ആയപ്പോൾ അവന് വീണ്ടും പോകണം. അതിൽ പിന്നെ എളാപ്പാൻ്റെ അവിടേക്ക് അങ്ങനെ പോയിങ്ങാണ്ട് അതിലെ വണ്ടിയിലൊക്കെ കയറ്റി അങ്ങനെ ഇരുന്ന നേരത്താണ് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നത്. പിന്നെ വീണ്ടും പോലെ RC കാറൊക്കെ കൊണ്ട് അങ്ങനെ കളിയായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുറേ യാത്രകൾ തന്നെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്കിന്ന് വീണ്ടും 2 സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഒന്ന് ഒരു കുട്ടീനെ കാണാൻ, അതായത് കസിൻ്റെ കുട്ടീനെ കാണാൻ. പിന്നെ ഒന്ന് നാത്തൂൻ്റെ വീട്ടിലും. ഈ കസിൻ്റെ വീടിൻ്റെ അടുത്താണ് നാത്തൂൻ്റെ വീടും വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ അപ്പൂസ് നല്ല ഉറക്കമായിട്ടോ. ആദ്യം പോയത് നാത്തൂൻ്റെ വീട്ടിലേക്കാണ്, ഹിനമോളൊക്കെ വീട്ടിൽ കേട്ടോ. ഹിനമോളൊക്കെ കൊണ്ടുവന്ന ഡ്രസ്സ് തന്നെയാണ് അപ്പൂസിന് ഇട്ട് കൊടുത്തിരുന്നത്. അവിടെ എത്തിങ്ങാണ്ട് അപ്പൂസ് ഉറങ്ങി. അവർ കുറേ നേരം അപ്പൂസിനെ ഉണരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ ഫൈനലി അപ്പൂസ് ഉണർന്നപ്പോൾ ഒരു ഇങ്ങനെ അപ്പൂസിനെ കളിപ്പിക്കാനും ഇതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉണരുന്ന സമയത്ത് അപ്പൂസ് അവരെ കണ്ടപ്പോൾ ഒന്ന് കരഞ്ഞു കേട്ടോ. പിന്നെ മെല്ലെ അവനിങ്ങനെ ഓക്കെ ആയിട്ട് വന്നു. അങ്ങനെ പിന്നെ അവന് കളിയിലേക്ക് തിരിഞ്ഞു കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ നാത്തൂനും പിന്നെ എൻ്റെ ബ്രദറൊക്കെ കേട്ടോ. ആ ക്യൂട്ട്നെസ് വാരി വിതറി ഇരിക്കണ കണ്ടില്ലേ, അതാണ് നാത്തൂന് കേട്ടോ. മറ്റത് എൻ്റെ ബ്രദറൊക്കെയാണ്. ഒരിപ്പോൾ ഇവിടെ നാട്ടിലില്ല, അതുകൊണ്ടാണ് എൻ്റെ ഒരു വീഡിയോയിലും അവരെ കാണാത്തത്. അപ്പൂസ് ഇക്ക ഉണ്ടായതുകൊണ്ട് അങ്ങനെ കുറേ നേരം പിന്നെ കളിച്ചു. പിന്നെ ഇക്കാൻ്റെ കൂടെ അങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ അവിടെ ഒരു ഉമ്മയൊക്കെ ഉണ്ട്, ഉമ്മാനോടൊക്കെ ഓരോന്ന് പറയായിരുന്നു. ഇനി ഫുള്ള് യാത്ര ആയതുകൊണ്ട് അവന് ചെറിയൊരു ക്ഷീണം ഇല്ലായികയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഏതായാലും ഇന്ന് ഇതിനായിട്ട് ഒരുങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ്. ഉമ്മ ഉണ്ടോ, ഞാൻ കൊടുന്ന ചുരിദാറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കുറേ ഇടൂലെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് ഇടിപ്പിച്ചതാണ്. അവിടെ കുത്തുന്നുണ്ട് ഇവിടെ കുത്തുന്നുണ്ട് ഒക്കെ പറഞ്ഞ് ഏതാണെങ്കിലും അങ്ങോട്ട് ഇട്ടോളിയും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇടിപ്പിച്ചതാണ്. ഇക്കും തന്നെ പുതിയ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇത് കുറച്ച് മുന്നേ പറഞ്ഞാൽ 2-3 ദിവസം മുന്നേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇക്ക ഡ്രസ്സ് എടുത്ത് വന്നു എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ പിന്നെ എൻ്റെ പുതിയതൊന്നും ഇട്ടില്ല, അതിനി പരിപാടിക്ക് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചതാണ്. ഹിനമോള് അപ്പൂസിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. മുറ്റത്ത് കൂടെ ഒക്കെ പോയി ഓരോന്ന് പറിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായി. ഓനോൻ്റെ ഇയാനെയും കാക്കൂനെയും ഓർമ്മ വന്നേക്കും. ഏകദേശം അവരൊക്കെ ആ ഒരു ഏജ് പോലെ തന്നെയാണ് ഇവരുള്ളത്. ആ സമയത്ത് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മന്തിയും അൽഫാമും ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചില്ലിയും 7-അപ്പും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് കസിൻ്റെ വീട്ടിലേക്കാണ്. വരുന്ന വഴി തന്നെയാണ് കസിൻ്റെ വീട്. കുറേ സമയം വൈകിട്ടോ, എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വൈകിയതുകൊണ്ട് തന്നെ കസിനെ വിളിച്ച് ഉറങ്ങിക്കണോ ചോദിച്ചപ്പോൾ ഉറങ്ങിയിട്ടൊന്നും ഇല്ല പറഞ്ഞ്. ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം ഇവിടുന്ന് ഫുഡ് അയച്ചിങ്ങാണ്ട് പിന്നെ ഒരു 2-3 കിലോമീറ്ററേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും വെറുതെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ചെറിയ കുട്ടിനെയും കൊണ്ടല്ലേ, പ്രത്യേകിച്ചും നമ്മൾ കഴിക്കൂല, വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ
എത്തിയേക്ക് അപ്പൂസ് നിന്ന് ചാടാണ് കേട്ടോ. അവന് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്താ നോക്കിയപ്പോൾ ജനൽക്ക് കൂടെ അവരെ 2 കുട്ടികളുണ്ട് ഇങ്ങനെ നോക്കണം. അപ്പോൾ അത് കണ്ട സന്തോഷമാണ് അപ്പൂസിന്. കുട്ടിയൊക്കെ വലുതായി ഇന്നെ കാണാൻ വരുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷന്. കാരണം എനിക്ക് വരാൻ തന്നെ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഒരുങ്ങിയപ്പോൾ ഇവർക്ക് പനിയൊക്കെ ആയി, പിന്നെ എനിക്ക് വെയ്യാണ്ടായി, അങ്ങനെയൊക്കെ ആയിങ്ങാണ്ട് അങ്ങനെ നീണ്ട് പോയതാണ്. ഇവിടെ എത്തിയപ്പോഴൊക്കെ അവൻ്റെ ഉറക്കമൊക്കെ തെളിഞ്ഞു ഉഷാറായിരുന്നു. പിന്നെ അവിടെ ചെറിയ 3 കുട്ടികളുണ്ട്. അപ്പോൾ അവന് നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. ഫുഡൊക്കെ ഇന്ന് ഫിന്നിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ ഫുഡൊന്നും വീട്ടിൽ വന്നിട്ട് കഴിച്ചില്ല. ഒരു 10:30 ആയപ്പോഴേക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫ്രഷായി. പിന്നെ ഞാനും ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.